عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും ബഹുമാനവും ആദരവും അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആരാരും തുണയില്ലാത്ത സഭയിലുള്ള അർശന്റെ തലതെന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും മാത്രം പറഞ്ഞു നിർത്താം. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന്ത്യദിനത്തിൽ മനുഷ്യർ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും. വിയർപ്പിച്ചവരുണ്ടാകും, മുട്ടുവരെ വിയർപ്പിച്ചവരുണ്ടാകും, വിയർപ്പ് ശരീരമാകെ കടിഞ്ഞാനിട്ടവരുണ്ടാകും. ഈ ശക്തമായ ചൂടിൽ നിന്ന് 7 വിഭാഗം ജനങ്ങൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതാ, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നതാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരുടെയും തണൽ ലഭിക്കാത്ത ഒരു ദിവസം 7 വിഭാഗം ജനങ്ങൾക്ക് മാത്രം അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നതാ. അല്ലാഹു അർശിന്റെ തണൽ നൽകുന്ന 1 വിഭാഗം ജനങ്ങൾ ആരെന്നറിയോ? ഇമാമുൻ ആദിലും നീതിമാനായ ഭരണാധിപനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരിയായിരുന്നല്ലോ. തന്റെ കീഴിൽ സാമ്രാജ്യം പ്രവിശാലമായിട്ടും സമ്പത്തുകളേറെ വിശാലമായിട്ടും സമ്പത്തുകളേറെ കൈവശം വന്നിട്ടും തന്റെ കുടുംബത്തെ പോറ്റാനുള്ളത് ചുരുക്കം ചില നാണയങ്ങൾ മാത്രമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 2ാം വിഭാഗം ജനങ്ങൾ ആരെന്നറിയോ? അല്ലാഹുവിനെ ആരാധിച്ച് ജീവിച്ച യുവാവാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന പേരിൽ പ്രസിദ്ധരായ യുവാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തന്റെ രക്ഷിതാവിൽ വിശ്വസിച്ച യുവാക്കളായിരുന്നവർ, അവർക്ക് നാം സന്മാർഗ്ഗബോധം അധികരിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം ഉപേക്ഷിക്കണമെന്ന് ആജ്ഞാപിച്ചപ്പോൾ തന്റെ വീടും കുടുംബവും വിട്ടവരായിരുന്നവർ അല്ലാഹു അർശിന്റെ തണൽ നൽകുന്ന 3ാം വിഭാഗം ജനങ്ങളായിരുന്നറിയോ? ഹൃദയം അല്ലാഹുവിന്റെ ഭവനവുമായി ബന്ധിപ്പിച്ച മനുഷ്യനാണ്. ഇഅ്തികാഫ് കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം പള്ളിയെ ജീവിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 3ാം വിഭാഗം ജനങ്ങളായിരുന്നറിയോ? അർജുനൻ തആബ ഫില്ലാഹി ജിത്മാ അലൈഹി വ തഫറഖ അലൈഹി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം വിട്ടുപിരിയുകയും ചെയ്ത 2 പുരുഷന്മാരാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അമ്പിയാക്കളും ശ്രോതാക്കളും ആഗ്രഹിക്കുന്ന പ്രകാശത്തിലുള്ള മിമ്പറുകൾ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 5ാം വിഭാഗം ജനങ്ങളാരെന്നറിയോ? മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 6ാം വിഭാഗം ജനങ്ങളാരെന്നറിയോ? അർശിന്റെ തണൽ ലഭിക്കുന്ന 6ാം വിഭാഗം ജനങ്ങളാരെന്നറിയോ? വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅമലു ശിമാലുഹാ മാ തുൻഫിഖു യമീനുഹു. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനധർമ്മം ചെയ്തവനാണ്. ദാനധർമ്മങ്ങൾ വിപത്തുകളെ തട്ടിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലായാ. സ്വതക പ്രയാസങ്ങളെ തട്ടിമാറ്റും. എന്തിനു വേണ്ടിയാണോ സ്വതക ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രതിഫലം വ്യത്യാസപ്പെടും. ആരെങ്കിലും വിജ്ഞാനത്തിന് വേണ്ടി സ്വതക ചെയ്താൽ 1 പകരം 1 ലക്ഷം പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന അവസാന വിഭാഗം ജനങ്ങളായ 7ാം വിഭാഗം ജനങ്ങളായിരുന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാദത് ഐനാ.